ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ്. കുറച്ച് നാൾ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീടിൻ്റെ എനർജി അപ്ഗ്രഡേഷൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനർജി അപ്ഗ്രഡേഷനും അതുപോലെ റെനോവേഷനും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഗ്രാൻഡൂടെ അപ്രൂവ്ഡ് ആയിട്ടാണ് എനർജി അപ്ഗ്രഡേഷൻ ചെയ്തത്. അപ്പോൾ ആ വീട് ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് സെറ്റായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആൾക്കാർ അവിടെ താമസം തുടങ്ങി. നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ നമുക്ക് കയറിയിട്ട് എന്തൊക്കെയാണ് എനർജി അപ്ഗ്രഡേഷൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തതെന്നും പിന്നെ അതുപോലെ എങ്ങനെയായിരുന്നു പ്രോസസ്സും കാര്യങ്ങൾ ഒക്കെ എങ്ങനെയായിരുന്നു എന്നും എല്ലാം നമുക്കൊന്ന് നോക്കാം കേട്ടോ. പിന്നെ അതുപോലെ റെനോവേറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ ഉണ്ടെന്നും കൂടെയൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനും കുഞ്ഞൂസും കൂടെ ഇങ്ങോട്ട് വന്നതാണ്. ലിൻസി ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇതാണ് വീട് ഫുള്ള് റെനോവേറ്റ് ചെയ്തതിന് ശേഷം അതേ പെയിൻറ്റ് തന്നെ അവർ അടിച്ചേക്കുന്നത്. ഒന്നുകൂടെ പുതിയ രീതിയിൽ കോട്ടൊക്കെ ചെയ്ത് പുതിയ പെയിൻറ്റ്, പക്ഷേ അതേ കളർ തന്നെയാണ് അടിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ മുകളിൽ സോളാറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓണർ, നമ്മുടെ ഫ്രണ്ട് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ജോബിൻ ബ്രോ ഒരു ഹായ് പറഞ്ഞോ. നമ്മൾ റെനോവേറ്റ് ചെയ്ത സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എങ്ങനെ പണി നടക്കുന്നതെന്ന്. ഒരു പ്രാവശ്യം നമ്മൾ സംസാരിച്ചായിരുന്നു. ആ പണി നടന്നുകൊണ്ട് ആ പണി നമ്മൾ എനിക്ക് തോന്നുന്നു മാർച്ച് ഏപ്രിലും കണ്ടായിരുന്നു ആയിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ എല്ലാം കറക്റ്റ് സമയത്ത് തന്നെ ക്വിക്കായിട്ട് നടന്നു. അമ്മ പെട്ടെന്ന് പണി നടന്നു കേട്ടോ. പക്ഷെ ഇപ്പോഴും അതിന്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല. പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. റേറ്റിംഗിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അതിന് കിട്ടാണ്ടല്ലേ. ഇപ്പം എങ്ങനെയുണ്ട് അപ്ഗ്രേഡ് ഒക്കെ ചെയ്തതിന് ശേഷം ഇതിലെ ഹീറ്റിംഗ് ഒക്കെ? നല്ല ഹീറ്റിംഗ് ആണ്. റോസ്റ്റിംഗ് ആയിട്ടുള്ള ഹീറ്റാ. ആദ്യം നിങ്ങളിതിപ്പം സീറ്റ് 3 കണ്ടല്ലായിരുന്നു, ആദ്യം D2 ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഇപ്പം മാറിയിട്ട് ഇപ്പൊ എത്ര എ ഗ്രേഡിലോട്ടാ വരുമെന്നാണ് പറഞ്ഞത്. ഇപ്പം റേറ്റിംഗ് വന്നിട്ടില്ല. ഓക്കെ, റേറ്റിംഗിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിയുമ്പോൾ അറിയത്തുള്ളൂ. ഓക്കെ. ഈ എനർജി അപ്ഗ്രഡേഷൻ ചെയ്തതിന്റെ കൂട്ടത്തിൽ തന്നെ അതിൽ തന്നെ ഉള്ളതാണോ ഈ സോളാർ പാനലൊക്കെ? എല്ലാം അതിൽ തന്നെ ഉള്ളതല്ലേ. അപ്പം മൊത്തത്തിൽ നിങ്ങൾക്ക് എത്ര യൂറോ ആയി എനർജി അപ്ഗ്രഡേഷൻ? 68 രൂപയോളം ഗ്രാൻഡ് കൂടാതെ നമുക്ക് 68 രൂപയോളമായി. ഗ്രാൻഡ് എത്ര കിട്ടിയായിരുന്നു? ഗ്രാൻഡ് നമുക്കല്ല, അവർക്കാണ് കിട്ടിയത്. അവർ അത് മേടിക്കുക. നമുക്ക് 1,02,000 രൂപ കണ്ടാണ് മൊത്തം കോട്ട് പറഞ്ഞത്. നമുക്ക് അത് 68 രൂപയോളം ആയി. 68 ബാക്കി ഗവൺമെന്റ് ഗ്രാൻഡ് വരും. ഗ്രാൻഡ് അവന്മാരാണ് ഗ്രാൻഡിന് കൊടുക്കുന്നത്, മേടിക്കുന്നത് എല്ലാം അവന്മാരാണ്. കമ്പനി തന്നെ. ഓക്കെ. അവർ കോട്ട് എഴുതുമ്പോൾ തന്നെ കോട്ട് നിങ്ങൾക്ക് തരുമ്പോൾ തന്നെ ഗ്രാൻഡിന്റെ എല്ലാം കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് തരുന്നുണ്ട്. ആ കോട്ട് തരുമ്പോൾ അതുകൊണ്ട് കുറച്ച് ആ ഒരു എമൗണ്ട് ആണ് നമുക്ക് പറയുന്നത്. ഓക്കെ. അപ്പം ഇത് ഏത് കമ്പനിയാണ് ചെയ്തതെന്ന് വെച്ചാൽ? ഇലക്ട്രിക് ഐലൻഡ് സൂപ്പർ ഹോംസ്. അവരാ ചെയ്തത്, ഇലക്ട്രിക് ഐലൻഡ് സൂപ്പർ ഹോം. ഇത് ചെയ്യുന്ന കുറേ കമ്പനികൾ ഉണ്ടാവുമല്ലോ എന്തായാലും ഇവിടെ അല്ലേ? ഒരുപാട് കമ്പനികളുണ്ട്. പിന്നെ ബ്രോ അത് ആ കമ്പനിയെ കണ്ടുപിടിച്ച ഏതിൽ നോക്കിയിട്ടായിരുന്നു? വൺ ഷോപ്പ് സ്റ്റോർ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് ബ്രോ. അപ്പൊ ആ കമ്പനിക്കകത്ത് നമ്മള് നോക്കണം. ഈ ഡബ്ലിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ലിവറിക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഓരോ കൗണ്ടി വൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഓൾ അയർലൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ഇലക്ട്രിക് അയർലൻഡ് സൂപ്പർ ഹോംസ് ഒക്കെ ഓൾ അയർലൻഡ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ ആദ്യമേ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്, ഞാൻ 3-4 വേറെ കൊട്ടേഷൻ എടുത്തിട്ടാണ് ഞാൻ ഇലക്ട്രിക് അയർലൻഡിലോട്ട് വന്നത്. ഹൗസ് ടു ഹോം എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, ഡബ്ലിൻ ബേസ്ഡ് ആണ്. അമ്മരും ഓൾ അയർലൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് കമ്പനികളുണ്ട്. അപ്പം പല കമ്പനികളുടെ കൊട്ടേഷൻ എടുത്തിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് ഓരോ കൊട്ടേഷൻ എടുക്കുന്നതിന് അമ്മമാർക്ക് നമ്മൾ 750 രൂപയോളം ഇത് കൊടുക്കണം. ഞാൻ അവസാനം ആദ്യമേ പേയ്മെന്റ് ചെയ്തു. അത് 2-3 കൊട്ടേഷൻ കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ അവന്മാരോട് പറഞ്ഞു, ഇതുപോലെ ഞാൻ ഓൾറെഡി പേ ചെയ്താണ്. എല്ലാ കമ്പനികൾക്കും ഞാൻ 750 രൂപ കൊടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ അപ്പോൾ അവന്മാർ ഒന്ന് ഫ്രീ ആയിട്ട് കൊട്ടേഷൻ എടുത്തത്. നമുക്ക് ആദ്യത്തെ കമ്പനിയുടെ പേപ്പറും കാര്യങ്ങളും കൊടുത്താൽ മതി. നമ്മൾ പേ ചെയ്തതിൻ്റെ അമ്മമാരുടെ റീഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പേപ്പറുണ്ട്. അമ്മമാർ ചോദിക്കുന്ന പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അമ്മമാർ ബാക്കി കാര്യങ്ങൾ അസസ്മെന്റ് ഒക്കെ വന്ന് ഫ്രീ ആയിട്ട് ചെയ്തു തരും. ഓക്കെ. അപ്പം നമുക്ക് അകത്തോട്ട് കയറിയാലോ? ഇതിൽ ബ്രോ അപ്ഗ്രേഡ് ചെയ്തേക്കുന്ന വിൻഡോയും ഡോറും എല്ലാം അപ്ഗ്രേഡ് ചെയ്തല്ലോ. എ ഗ്രേഡിലുള്ള പുതിയ ട്രിപ്പിൾ ഗ്ലേസ്ഡ് വിൻഡോ ആക്കി, ഡോറും അതുപോലെ മാറ്റി. പിന്നെ അതുപോലെ സോളാർ പാനൽ വെച്ചു. പിന്നെ ഇവിടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോൾ തിക്നെസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. എക്സ്റ്റേണൽ വാൾ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കിൽ ഇവരൊരു എക്സ്ട്രാ ഒരു പാനലാണ് അല്ലേ? പാനൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഹീറ്റ് നിൽക്കാൻ വേണ്ടി. എന്നിട്ട് അതിന്റെ മുകളിൽ സിമെന്റ് പോലെ അവര് പ്ലാസ്റ്റർ ചെയ്തേക്കും, നെറ്റ് അടിച്ചിട്ട്. ഓക്കെ. അപ്പൊ ഇത് ട്രിപ്പിൾ ഗ്ലേസ്ഡ് വിൻഡോ ആണ്. പിന്നെ അതുപോലെ ഡോർ അവർ ചേഞ്ച് ചെയ്തു. പിന്നെ അകത്തോട്ട് കയറുമ്പോൾ പിന്നെ അത് കൂടാതെ ഇവര്
എനർജി അപ്ഗ്രേഡേഷൻ്റെ ഭാഗമല്ല, അല്ലാതെ റെനോവേഷൻ്റെ ഭാഗമായിട്ട് ടൈല് ഇട്ടിട്ടുണ്ട്. നേരത്തെ ഇവിടെ ലാമിനേറ്റ് ആയിരുന്നു, ടൈല് തന്നെ ആയിരുന്നു. അപ്പോൾ പുതിയ ടൈൽ ഇട്ടു. പിന്നെ റേഡിയേറ്റേഴ്സ് എല്ലാം പുതിയതാക്കി അല്ലേ, റേഡിയേറ്റേഴ്സ് പുതിയതാക്കി. ഈ റേഡിയേറ്റേഴ്സിൻ്റെ കാര്യം പറയുമ്പം ഇവർ ഓൾറെഡി ഉണ്ടായിരുന്ന ലൈനായിരുന്നു, അവർ തന്നെ സെപ്പറേറ്റ് ലൈൻ ഇടുകയാണോ ചെയ്തത്? പുതിയ സെപ്പറേറ്റ് നമുക്ക് ഓയിൽ ഹീറ്റിംഗ് അല്ലായിരുന്നു, ആ ഹീറ്റിംഗിന്റെ പൈപ്പ് ഇത് 16 mm കണ്ട. നമുക്ക് 16 mm ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഹീറ്റിംഗ് ഭയങ്കര സ്ലോ ആയിരുന്നു. അപ്പൊ നമ്മൾ ഫുള്ള് ലൈൻ ചേഞ്ച് ചെയ്തു. വീടിന്റെ പഴയ ലൈൻ ഒന്നും എടുത്തിട്ടില്ല, എല്ലാം പുതിയ ഇടുവായിരുന്നു. പുതിയതായിട്ട് ഫ്ലോറിൽ കൂടെ എല്ലാം പുതിയ ലൈനും ഇതെല്ലാം ചെയ്തിട്ടാണ് പുതിയ റേഡിയേറ്റേഴ്സ് വെച്ചേക്കുന്നത് കേട്ടോ. ഇനിയിപ്പം ഇവരിവിടെ ബ്ലൈൻഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ റെനോവേഷൻ്റെ ഭാഗമായിട്ടാണ് ബ്ലൈൻഡ് ചെയ്തേക്കുന്നത്. ഞാൻ എനർജി അപ്ഗ്രഡേഷൻ്റെ ഭാഗമായിട്ട് എന്താ ചെയ്തെന്ന് ഞാൻ പറയാം. അതുപോലെ റെനോവേഷനും നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പം ഇവരുടെ ലാൻഡിങ് സ്പേസ് ആണ്, കയറുന്ന സ്പേസ് ആണിത്. അത് കഴിഞ്ഞിട്ട് ഈ ഡോർ എത്രയായി ബ്രോ? ഈ 4000 രൂപയാണ്. ഗ്രാൻഡ് കഴിഞ്ഞ് നമുക്കൊരു 3000 രൂപ കിട്ടുന്നത്. കോമ്പോസിഷൻ ഡോർ എന്ന് പറഞ്ഞൊരു ഡോറാണ്. ഓക്കെ. അപ്പം അത് ഇവർ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ലിവിങ് സ്പേസിലേക്ക് ഒന്ന് കയറാം കേട്ടോ. ജോബിൻ്റെ 2 മക്കൾ, പിന്നെ ഒരാൾ ഉറങ്ങുവാണേ. ഇവിടെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുവാന്ന് തോന്നുന്നു. അയ്യോ എന്ത് പണി, പിള്ളേരെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞു. പതുക്കെ കൊച്ചുറങ്ങുന്നു. എഴുന്നേക്ക് മിക്കവാറുമല്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇവരുടെ ലിവിങ് സ്പേസ് കേട്ടോ. ഇവർ അടിപൊളിയായിട്ട് മനോഹരമായിട്ട് ലിവിങ് സ്പേസ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഒരു റേഡിയേറ്റർ വരുന്നത് അല്ലേ, വലിയൊരു റേഡിയേറ്റർ ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അക്വസ്റ്റിക് പാനലൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇത് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു പ്രയർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടി വിയുടെ ബാക്കിൽ ഇതുപോലെ TV യൂണിറ്റിൽ ബാക്കിൽ ചെയ്യുന്ന ആ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഇത് ടൈലല്ലല്ലോ ബ്രോ, ഇത് ബാക്കിൽ വെക്കുന്ന UVC അല്ലേ, UPVC എന്തോ അങ്ങനത്തെ എന്തോ ഒരു പാനലാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരുടെ ലിവിങ് സ്പേസ് കേട്ടോ. ഫുള്ള് മാറ്റിയതിന് ശേഷം ടൈലൊക്കെ മനോഹരമായ ടൈല്. ഈ ടൈലാണ് എല്ലായിടവും ഇട്ടേക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട്. ഇത് ഫുള്ള് ചെയ്തെടുത്തപ്പോഴത്തേക്കും നമ്മൾ ആ പൊളിച്ചിട്ടേക്കുന്നതല്ലേ നമ്മൾ വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. പിന്നെ മുകളിൽ ഇത് മുകളിലൊന്നും ചെയ്തിട്ടില്ല അവർ, എക്സ്ട്രാ ലൈറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ മുകളിൽ. ഓക്കെ. ഇനി കിച്ചണിലോട്ട് പോകുന്നതിന് തന്നെ നമുക്ക് അവിടെ ഒന്ന് കാണിക്കാം. അവിടെ ഓൾറെഡി കുറേ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ മുകളിൽ ആറ്റിക്കിൻ്റെ ഒക്കെ. ഇവിടെ അന്ന് പണി നടന്നപ്പോൾ ഇവിടെ എന്തൊക്കെയോ അവർ ചെയ്തല്ലായിരുന്നു. ഇവിടെ ഒരു ഇൻസ്റ്റലേഷൻ അവർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കൊന്ന് അത് റൂഫിൽ നിന്ന് വരുന്നതായതുകൊണ്ട് അവിടെ ഒരു എക്സ്ട്രാ ഇത് വെച്ചിട്ടുണ്ട്, ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടുത്തെ കൊച്ചു വീടാണോ, പിന്നെ ഇത് ഇവരുടെ ഒരു റൂമാണ്. ഇതിൻ്റെ എല്ലാം ഇതെല്ലാം എക്സ്ട്രാ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. കാരണം ഇത് ഇവിടുത്തെ വിൻഡോ നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും കേട്ടോ. നേരത്തെ ഇത്രയും തിക്നെസ് ഇല്ലായിരുന്നു അല്ലേ. അപ്പോൾ എല്ലാം എക്സ്ട്രാ ഒരു ഇൻസുലേഷൻ വെച്ചിട്ട് അവർ കട്ടി കൊടുത്തിട്ടുണ്ട് ഇതിനെല്ലാം. അപ്പോൾ ആ ചൂട് നിൽക്കാൻ വേണ്ടി. പിന്നെ ഈ വിൻഡോ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ആറ്റിക്കിൻ്റെ മുകളിലത്തെ ആ വിൻഡോ ആണ്. ഇതെല്ലാം പുതിയ സ്റ്റാൻഡേർഡിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതപ്പോൾ എയർ ടു വാട്ടറിലോട്ടല്ലേ വന്നേക്കുന്നത്. വെന്റ് അവിടെ അത് മെക്കാനിക്കലാണോ അതോ ജസ്റ്റ് ഒരു വെന്റ്? നമുക്ക് ഓക്കെ അങ്ങനത്തെ ഓക്കെ. ഇത് നിങ്ങൾ റെനോവേറ്റ് ചെയ്തേ അല്ലേ. റെനോവേറ്റ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഇവരൊരു വാക്കിംഗ് വാർഡ്രോബ് പോലെ അല്ലേ. ഇവിടെ ഒരു സ്പേസ് ഇല്ലായിരുന്നു, അപ്പോൾ ഇത്രയും സ്പേസ് അവർ ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു വാക്കിംഗ് വാർഡ്രോബ് പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലതാണ്. പിള്ളേർക്ക്, കുട്ടികൾക്ക് അവരുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം വെക്കാനും. കബോർഡൊക്കെ അതിന് എക്സ്ട്രാ അടുപ്പിച്ചതല്ലേ നിങ്ങൾ? കാരണം ഇങ്ങനെ നീളമുള്ളൊരു റൂം ആയതുകൊണ്ട് ഒരു ഇച്ചിരി സ്പേസ് എടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ആകുകയും ചെയ്യും. ശരിയാ. അപ്പോൾ ഇതാണ് ഒരു റൂം കേട്ടോ. പിന്നെ ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നോ നമ്മളെ?
ഇതെല്ലാം പുതിയ ലാമിനേറ്റ് ഫ്ലോർ എല്ലാം പുതിയ ഇട്ടതാണ്. ലാമിനേറ്റ് ഫ്ലോർ എല്ലാം പുതിയ ഇട്ടല്ലേ? ഇത് ആ സിസ്റ്റത്തിന്റെ അല്ലേ, നമ്മുടെ ഹീറ്റിംഗ് സിസ്റ്റത്തിന്റെ നോബ് വെച്ചേക്കുക അല്ലേ? താഴെ ഉണ്ടെന്നോ അല്ലേ? ഓക്കെ. ഇത് വീട് മൊത്തത്തിലുള്ള ഇതിപ്പോ ഇവിടെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടത്തേക്ക് മാത്രമാണ്? താഴെയുണ്ട്. ഓക്കെ. അങ്ങനെ രണ്ട് ഇതായിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ. പിന്നെ ഇവിടെ ഒരു റൂമാണേ, അടുത്തൊരു റൂം. പിള്ളേർക്ക് എപ്പോഴും അവരുടെ ഇഷ്ടത്തിന് സാധനം വേണമല്ലോ. അപ്പൊ ഇവിടെ ഒരു ബങ്ക് ബെഡ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും കേട്ടോ. എല്ലാം പിള്ളേരുടെ അതേ ഫുട്ബോളൊക്കെ ആണല്ലോ. ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഒട്ടിച്ചേക്കുവാണേ പിള്ളേരുടെ. ബ്ലാങ്കറ്റ് വരെ ഫുട്ബോളാണേ. ഗോൾ. ഇവിടെ ഉണ്ട് അടുത്തൊരു ബെഡ്റൂം കേട്ടോ. ഇവിടെ ചാട്ടം തുടങ്ങി. എന്നെ അടിക്കല്ലേ കുഞ്ഞു. എന്തു പാടി? നല്ല ഡാർക്കാക്കി വെച്ചേക്ക. ഇതിപ്പോ ഡാർക്ക് ഇതാ ബ്ലൈൻഡ് അതിന്റെ കൂടെ തന്നെ ഉള്ളതാ അല്ലെ? ആ വിൻഡോയുടെ കൂടെ തന്നെ ഉള്ളതാ. ശരി. അതപ്പോ അതിന്റെ കൂടെ തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ? ഓക്കെ. അപ്പം നല്ല ഡാർക്കാ, ഇരുട്ട് രാത്രി പോലെ തന്നെ അല്ലേ? അയ്യോ ശരിയാ, അത് കൊള്ളാം കേട്ടോ. ആ വിൻഡോയ്ക്ക് നല്ല ഡാർക്ക്. പിന്നെ ആറ്റിക്കിലൊക്കെ ഫുള്ള് ഇത് ചെയ്തിട്ടുണ്ടല്ലേ? ആറ്റിക്ക് പക്ഷെ ഇതില്ലല്ലോ ബ്രോയ്ക്ക്, ഏണിയുണ്ടോ ഏറ്റി കയറാൻ? ഫ്രണ്ട്സ് ഇത് കണ്ടോ, ആർട്ടിക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആർട്ടിക്കൽ ഇൻസ്റ്റലേഷൻ കൊടുത്തിട്ട് അവർ ഫുള്ള് അത് അടച്ചേക്കുന്നുണ്ടോ, അതിൻ്റെ ഒരു അടപ്പ് പോലെ. സിപ്പ് അങ്ങനെയൊക്കെയാ, അത് കൊള്ളാലോ. ഫ്ലോർ അടിച്ചിട്ടുണ്ടോ? തറയിൽ പലക അടിച്ചിട്ടുണ്ടോ? നോക്കട്ടെ. ഫ്രണ്ട്സ് ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവരുടെ സാധനങ്ങളൊക്കെ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ടേ. ഇത് അന്ന് ഞാൻ വന്നപ്പോഴത്തേക്കും ഇവിടെ ഈ ഫോം ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ, ഈ ടൈപ്പ് സ്പോഞ്ച്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരൊരു തറ പോലെ ഒരു പ്ലാറ്റ്ഫോം അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് അങ്ങ് വരെ ആ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സാധനം വെക്കാനും എടുക്കാനൊക്കെ എളുപ്പമാണ്. പാനലുണ്ടോ, നല്ല കട്ടിക്ക് ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പാനലും ഇൻസുലേഷൻ പാനലും വെച്ചിട്ടൊക്കെയാണ് ഈ തട്ടടിച്ചേക്കുന്നത്. അതുകൊണ്ട് നല്ല ചൂടാണ് വീട്ടിനകത്ത്, നല്ല ഹീറ്റാണ്. എന്ത് കട്ടിയുള്ള ഇതാന്ന് നോക്കി, നല്ല തെർമോക്കോൾ പോലത്തെ സാധനമാണ് ഇത്. പിന്നെ ഇതിൻ്റെ സിസ്റ്റമൊക്കെയാണ് ഈ പുതിയ എയർ ടു വാട്ടർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും, എയർ ടു വാട്ടർ സിസ്റ്റം വെക്കുമ്പോഴത്തേക്കും മെക്കാനിക്കൽ വെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമിഡിറ്റിയൊക്കെ പുറത്ത് കളയാൻ വേണ്ടിയുള്ള ആ ഒരു പൈപ്പിൻ്റെയാണ് ഇത് പോയേക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ഇതും അതിൻ്റെയൊക്കെ ഓരോരോ സിസ്റ്റം. ഇത് ഹീറ്റിങ്ങിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് ഈ ഇരിക്കുന്ന ഒരു പമ്പ് പോലെ. ഓക്കെ, വെള്ളത്തിൻ്റെ പ്രഷറിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് ഇത് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല, പക്ഷേ ഇതൊക്കെയാണ് ഇൻസ്റ്റലേഷൻ, ഇങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ആറ്റിക്കിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ടിറങ്ങി. പിന്നെ ഇവിടെ നമുക്കൊരു ടോയ്ലറ്റും ഉണ്ട് കേട്ടോ ഇവിടെ. അതും അവർ റെനോവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, പുതിയ വാഷ് ബേസിനും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട്. വാ താഴോട്ട് വാ. ജിനോയുടെ മമ്മയും പപ്പയും ഇവിടെ ഇരിപ്പോട്ടെ. ദേ പുതിയ ആള്, ഒരു ഹായ് പറഞ്ഞു. പപ്പ ഹായ്. ഇപ്പൊ നാട്ടിൽ നിന്ന് ഇവിടെ ഇപ്പൊ തണുപ്പ് തുടങ്ങിയില്ലേ? ഇപ്പൊ വീടിനകത്ത് എങ്ങനെയുണ്ട് ചൂടൊക്കെ? നല്ല ചൂടാ. നാട്ടിലെ പോലെ തന്നെ ആ ഒരു ക്ലൈമറ്റിൽ തന്നെ ഇരിക്കും അല്ലേ? പിന്നെ ജിനോ എന്നാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, എൻജോയിങ് മെറ്റേണിറ്റി ലീവ് അല്ലേ?
ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ ഇതാണ് ഇവരുടെ കിച്ചൺ കേട്ടോ. കിച്ചണും പുതിയതായിട്ട് റെനോവേറ്റ് ചെയ്ത് നല്ല പുതിയ മോഡുലാർ കിച്ചണാണ്. നല്ല രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നല്ല സ്പ്ലാഷ് ബാക്കും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്യാസാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഗ്യാസ് കുക്ക് ടോപ്പാണ് ഗ്യാസ്. പിന്നെ ഇതുപോലെ ഇപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. ഇടയ്ക്കൊരു ഗ്യാപ്പ് എടുത്തിട്ട് കേട്ടോ. ബ്രോ, ഗ്യാസ് വെച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കമ്പനിയെ കോൺടാക്ട് ചെയ്ത് വെച്ചാണോ? അല്ല, നമ്മൾ ആ ഗ്യാസ് RGA എന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് ഗ്യാസ് ഇൻസ്റ്റലേഷൻ അമ്മാരെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് ഗ്യാസ് നമ്മുടെ മന്ത്രിയിൽ നിന്ന് മേടിക്കും. ക്ലരീനയില് പോകുന്ന വഴിക്കില്ലേ, ഓക്കെ, അവിടെ നിന്ന് സിലിണ്ടർ മേടിച്ചാൽ മതി. അവന്മാര് വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരും. ഓക്കെ. ഇത് എത്രന്റെ സിലിണ്ടറാ വെച്ചേക്കുന്നത്? സിലിണ്ടർ 35-40 ലിറ്ററിന്റെ അങ്ങനെ 2 എണ്ണം വെക്കും. അപ്പം നമ്മളിപ്പം താമസം യൂസ് ചെയ്തിട്ട് 4 മാസം ആകാൻ വേണ്ടി പോകുന്നു. ഓക്കെ. ഇല്ല. ഗ്യാസ് നമ്മൾ വെക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് വേണമെന്നുണ്ട്. കുറച്ച് പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ അനുസരിച്ചാണ് വരുന്നത്. പിന്നെ നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടർ വെക്കുന്നതിന്റെ അടുത്ത് മറ്റേ എയർ ടു വെന്റിന്റെ ഒരു ഇത്രം എയർ ടു വാട്ടറിന്റെ അതിന്റെ ഒരു ഇത്ര ഗ്യാപ്പ് വെക്കണമെന്നാണ്. വിൻഡോസിന്റെ അവിടെ വെക്കാൻ പറ്റിയല്ല. പിന്നെ താഴെ മാൻഹോൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ കുറെ ഇതുണ്ട്, നിയമങ്ങളുണ്ട്. അത് അവന്മാര് നോക്കിയിട്ടാണ് വെക്കുന്നത്. അത് അവന്മാരുടെ ഇതാണ്, ഉത്തരവാദിത്തമാണ്. അതൊക്കെ അവന്മാർ നോക്കിയിട്ടാണ് അവന്മാര് വെക്കുന്നത്. ആ റൂളിൽ അവർ ചെയ്യത്തുള്ളൂ. എത്ര യൂറോ ഇൻസ്റ്റലേഷൻ ചെയ്തതിന്? ഇൻസ്റ്റലേഷനും 850. ഇന്ന് വിളിച്ചു, നാളെ വന്ന് ചെയ്തതിന് അവന്മാർ 850 മേടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു കസ്റ്റമർ ക്യാൻസൽ ചെയ്തിട്ടാണ് വന്നത്, അതുകൊണ്ട് ഇത് വേണമെന്ന് പറഞ്ഞു. 850 അല്ലേ? അത്യാവശ്യം സമയത്ത്. കുക്ക് ടോപ്പ് ബ്രോ അല്ലേ വാങ്ങിക്കൊടുത്തത്? നമ്മള് ഹാർബനറിൽ മേടിച്ച 350 രൂപ. ഓക്കെ, ഓക്കെ. മെറ്റീരിയൽ അവരെല്ലാം, ഈ പൈപ്പും കാര്യങ്ങളും എല്ലാം അവരെല്ലാം, പൈപ്പും കാര്യങ്ങളും ഫിക്സേഷനും പിന്നെ സ്മോക്ക് ഡിറ്റക്ടർ എല്ലാം അമ്മര് നമുക്ക് 2 എണ്ണം തന്നു. ഒന്ന് ഇവിടെ വെച്ചു, അത് പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു സ്മോക്ക് ഡിറ്റക്ടർ കൂടെ വെച്ചിട്ടുണ്ട്. അതിനെല്ലാത്തിനൂടെ ചേർത്ത് 850. ഓക്കെ. കുക്ക് ടോപ്പ് നമ്മളല്ലാതെ സെപ്പറേറ്റ് വാങ്ങണം. ഗ്യാസും പിന്നെ ഇതെല്ലാം ഫിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് തരും. ഓക്കെ. അപ്പോൾ ഇതാണ് ഇവരുടെ കിച്ചൺ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് യാർഡിലോട്ട് ഇറങ്ങാം. ഇതുവഴി ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ബെഡ്റൂം താഴെയുണ്ട് ഇവർക്ക്. അത്യാവശ്യം നല്ലൊരു ബെഡ്റൂമാണ്, നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. പിന്നെ ഇവിടെയും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഈ സൈഡിലാണ് ഇവിടെ എയർ ടു വാട്ടറിൻ്റെ സിസ്റ്റം ഇരിക്കുന്നത് കേട്ടോ. അതെ, പുതിയതായിട്ട് അവർ ചെയ്തേ. നേരത്തെ ഇവർക്ക് ഓയിലായിരുന്നു, അതെല്ലാം മാറ്റിയിട്ട് ഇപ്പം വെച്ചേക്കുന്ന സിസ്റ്റമാണ് എയർ ടു വാട്ടറിൻ്റെ. ഞാനിനി പുറത്തൂടെ ഒന്ന് കാണിക്കാം. ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ബാക്ക് യാർഡിലോട്ട് ഇറങ്ങാം. ഇവർ ബാക്ക് യാർഡ് ഒന്നും ഫുള്ളായിട്ട് ക്ലീനപ്പ് ചെയ്തിട്ടില്ല, കാരണം പണി തീർന്നതേ ഉള്ളൂ. ബ്രോ, ഇവിടെ അല്ലായിരുന്നു നമ്മുടെ ഓയിൽ ടാങ്ക് ഇരുന്നത്? അത് ശരിക്കും ഫുള്ള് അവര് തന്നെ മാറ്റി തന്നോ നിങ്ങൾക്ക്? നമ്മൾ കുറെ ഊറ്റിയായിരുന്നല്ലോ, അത് കഴിയുമ്പോ ബാക്കി അമ്മാരുടെ പ്രോട്ടോകോൾ അനുസരിച്ച് അത് എടുത്ത് കളയാന്നാണ്. അമ്മാര് വന്ന് മോട്ടർ കൊണ്ടുവന്നിട്ട് പഴയത് ഒരു 100 ലിറ്ററോളം ഉണ്ട്, 100-120 ലിറ്ററോളം ഉണ്ടായിരുന്നു ഓയിൽ അടവുണ്ട്. വലിച്ചെടുത്തിട്ട് അതോടെ പൊക്കിയത് വണ്ടിക്കകത്ത് ആക്കി കൊണ്ടുപോകുമായിരുന്നു. ഓക്കെ. ഈ ചെയ്യുന്ന കമ്പനി തന്നെ അത് ഇവിടുന്ന് ഡംപ് ചെയ്ത് മാറ്റണം എന്നായിരുന്നേ, ഇവിടുന്ന് എടുത്ത് മാറ്റണം എന്നായിരുന്നു. അപ്പോൾ അവര് ഓയിൽ ടാങ്ക് ചിമ്മിനി പണ്ടത്തെ ഓയിൽ സിസ്റ്റം ഇരുന്ന ഓയിൽ കത്തിക്കുന്ന സിസ്റ്റം ഇരുന്നത് ഈ റൂമിലായിരുന്നേ. അപ്പം അതെല്ലാം ഇവർ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട്. ആ ചിമ്മിനിയും കാര്യങ്ങളും എല്ലാം മാറ്റി, അതുപോലെ ഓയിൽ ടാങ്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് അവർ തന്നെ അത് ക്ലിയർ ആക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഇതാണ് ഇവരുടെ ബാക്ക് യാർഡ്. അപ്പോൾ അങ്ങനെ പുതിയൊരു സിസ്റ്റത്തിലേക്ക് ഇവർ വന്നിട്ടുണ്ട് കേട്ടോ. അതേ ഇതാണ് എയർ ടു വാട്ടറിൻ്റെ സിസ്റ്റം ഇരിക്കുന്നത്. അതേ ഗ്യാസിൻ്റെ കണക്ഷൻ. അങ്ങനെ ഗ്രാൻഡ് വാങ്ങിയിട്ട് ഫുള്ളായിട്ട് വീട് D2-ലുണ്ടായിരുന്ന വീട് ഇപ്പം A ഗ്രേഡിലേക്ക് വന്നിട്ടുണ്ടല്ലേ? A1 വരുമായിരിക്കും അല്ലേ? ഓക്കെ. ബ്രോ, നമ്മളിപ്പോൾ ഈ എനർജി അപ്ഗ്രേഡ് ചെയ്തല്ലോ, അപ്പം നിങ്ങൾ സെക്കൻഡ് ഒരു ലോൺ പോലല്ലേ അപ്ലൈ ചെയ്ത് ലോൺ എടുത്തത്? അപ്പോൾ അത് നമ്മളെ മോർഗേജ് എടുക്കുന്നത് കൊണ്ട് അത് നമുക്ക് കിട്ടാതിരിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ? ഒരു 6 മാസം വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ ആ മോർഗേജ് കിട്ടിയതിൻ്റെ 2-ാം മാസം ഞങ്ങൾ ഈ ലോൺ അപ്ലൈ ചെയ്യാറുണ്ട്. SBCI ലോൺ എന്നാണ് പറയുന്നത്. ഓക്കെ. SBCI ലോൺ നമുക്ക് എല്ലാ ബാങ്കുകാരും കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് SBയും AIBയും മറ്റേ
മറ്റേ ബാങ്ക് ഓഫ് അയർലൻഡ് എല്ലാം കൊടുക്കുന്നത്. ബാങ്ക് ഓഫ് അയർലൻഡാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറവ്. അത് അവർക്ക് 3.15 എങ്ങാണ്ടേ ഉള്ളൂ ഇൻട്രസ്റ്റ് റേറ്റ്. ബാക്കിയൊക്കെ 3.50 3.60 ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങളാ മോർഗേജ് കിട്ടിയ ഉടനെ തന്നെ അപ്ലൈ ചെയ്തിട്ട് അവര് റിജക്ട് ചെയ്തു. പിന്നെ 6 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അപ്രൂവൽ ആയത്. 6 മാസം വെയിറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ഇതിന്റെ കോട്ട് കാണിക്കണം, നമ്മൾ എനർജി അപ്ഗ്രേഡേഷൻ ആണ് എന്നുള്ളതിന്റെ. എനർജി അപ്ഗ്രേഡേഷന്റെ വേണ്ട, നമ്മൾ ആ കമ്പനിയെ വിളിച്ചിട്ട് ഈ SBSI ലോൺ കിട്ടുന്നത് ഈ വൺ സ്റ്റോപ്പ് സ്റ്റോറിൽ ഏതെങ്കിലും കമ്പനികളുടെ പൊട്ടാഷ് ഇത് മാത്രമേ കിട്ടത്തുള്ളൂ. അവരുടെ അപ്രൂവ് ആ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് നമുക്ക് വേറൊരു നമ്മളിപ്പോ പുറത്തുനിന്നുള്ള കോൺട്രാക്ടർ വിളിച്ച് എടുത്തുകൊണ്ട് ഞാൻ SBSI ലോൺ കിട്ടുക. ഓക്കെ, അത് അവന്മാരെ ഈ വൺ സ്റ്റോപ്പ് സ്റ്റോറിലുള്ള ഏതെങ്കിലും കമ്പനിയുടെ കൊട്ടേഷൻ വേണം. കൊട്ടേഷൻ എന്നല്ല, അവരൊരു സിംഗിൾ പേജ് പേപ്പർ തരും നമുക്ക്. വീടിന്റെ എനർജി റേറ്റിംഗും കാര്യങ്ങളും, ഇത്ര യൂണിറ്റ് യൂസ് ചെയ്ത് ഇത്രയിലോട്ട് റേറ്റിംഗ് ഇന്നലോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു സിംഗിൾ പേജ് റിപ്പോർട്ടാണ് നമുക്ക്. അതാണ് ബാങ്കുകാർക്ക് വേണ്ടത്. ആ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ഫുള്ളായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവർ നോക്കും. പിന്നെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്, സാലറി സ്ലിപ്പ്, അങ്ങനെയെല്ലാം അവർ നോക്കി ഞങ്ങൾക്ക് ഒരു 6 മാസം, ഞങ്ങൾക്ക് 2ാമത്തെ ഇതിലാണ് അപ്രൂവ് ആയ. 6ാം മാസം അപ്രൂവൽ ആയത്. ഓക്കെ, അപ്പൊ ആ ലോൺ മാക്സിമം നമുക്ക് എത്ര വർഷത്തേക്ക് എടുക്കാം? 10 വർഷത്തേക്ക്? 10 കൊല്ലത്തേക്ക് 75,000 വരെയാണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത്. ഓക്കെ, അതിൽ കൂടുതൽ കിട്ടുകയല്ല നമുക്ക്. ഇപ്പൊ അതിന് കുറച്ച് റൂളൊക്കെ ഉണ്ട്. ഒരു ലാൻഡ് ലോണിന് 3 ലോൺ വരെ എടുക്കാന്നാണ്. ഈ SBSI ലോൺ 3 ലോൺ വരെ എടുക്കാന്നാണ്. 3 പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ 3 ലോൺ വരെ എടുക്കാന്നാണ്. അതിന്റെ കുറെ കാര്യങ്ങളുണ്ട്. 75,000 നമുക്ക് ഒരു 70% വരെ നമുക്ക് ഈ വീടിനകത്ത് ഇറക്കിയാൽ മതി. ബാക്കി 30% നമുക്ക് വേറെ പരിപാടിക്ക് ഇറക്കാം. ഞാനിപ്പോ 75,000 എടുത്തായിരുന്നു. 68 രൂപയാളായുള്ളൂ. ബാക്കി ഞാൻ ഈ ടൈലും ബാത്റൂം അങ്ങനെയുള്ള പരിപാടി, അതും റെനോവേഷനിൽ വരുന്നതാണല്ലോ. ഓക്കെ, അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പം മോർഗേജ് പാസ്സായതിനു ശേഷം ഇതുപോലെ നമുക്ക് എനർജി അപ്ഗ്രേഡ് ചെയ്ത് വീട് പുതിയ ഹീറ്റിംഗ് സിസ്റ്റത്തിലോട്ടൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഇവരുടെ വീട് എന്തായാലും ഒത്തിരി, എനിക്ക് അകത്ത് കയറിയപ്പോൾ തന്നെ നല്ല വ്യത്യാസമുണ്ട് ചൂടിനും എല്ലാത്തിനും. പിന്നെ അതുപോലെ സോളാർ വെച്ചപ്പോൾ തന്നെ, സോളാർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പകല് ഹീറ്റ് വരുമ്പോഴത്തേക്കും നല്ല വരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാം കൂടി ഒറ്റ ടൈമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഗ്രിഡ് നമുക്ക് എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ 1/2 ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്നില്ല, ആദ്യം ചെലവ് വരുന്നില്ല. പിന്നെ നൈറ്റ് ടൈമിൽ ബാറ്ററി വെക്കാത്തതുകൊണ്ട് നൈറ്റ് ടൈമിൽ നമുക്ക് യൂസേജ് വരുന്നുണ്ട്. ഗ്രിഡിൽ നിന്ന് എടുക്കും. നമുക്ക് സോളാർ ഇപ്പൊ ഈ സമയത്തൊക്കെ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സോളാർ സ്ലീപ്പിലോട്ട് പോകും. പിന്നെ നമുക്ക് ഗ്രിഡിൽ നിന്നാണ് എടുക്കുന്നത്. നൈറ്റ് ടൈമിൽ നമുക്ക് ഒരു 200-350 വോൾട്ടൊക്കെ മാക്സിമം ആകുന്നുള്ളൂ. ബാക്കിയെല്ലാം ഗ്രിഡിലോട്ട് പോവുകയാണ്. ഓക്കെ, സോളാറിന് എത്ര പാനലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്? ഇവിടെ ഇപ്പം 10 പാനൽ. ഓക്കെ, അതിന് എത്രയായിരുന്നു? കോട്ടിൽ എത്ര ഒരു കൊട്ടേഷൻ ഇട്ടിരുന്നു? 5000 ചില്ലാനാണ്. പിന്നെ ഗ്രാൻഡ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു 4800 അങ്ങനെ കിട്ടിയത്. ഓക്കെ, അതെല്ലാം ഈ ലോണിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇത് വെച്ചാലേ ഈ എയർ റേറ്റിലോട്ട് കേറത്തുള്ളൂ. സോളാർക്ക് വെച്ചാൽ. പിന്നെ ഇതിനകത്ത് ഇപ്പം എനർജി അപ്ഗ്രേഡ് ചെയ്ത് റേറ്റിംഗ് കയറ്റണമെങ്കിൽ നമ്മുടെ ഫയർ പ്ലേസ് അവർ മാറ്റണ്ടേ? നമുക്ക് മാറ്റിക്കളയണം. ക്ലോസ് ചെയ്ത് അവിടെയാണ് TV യൂണിറ്റ് കയറ്റിയേക്കുന്നത്. TV യൂണിറ്റ് അല്ല, പ്രയർ യൂണിറ്റ് കയറ്റിയേക്കുന്നത്. അവിടെ ഫയർ പ്ലേസ് അമ്മമാര് ക്ലോസ് ചെയ്തിട്ട് അതിനകത്ത് സ്ക്രൂ ഇട്ട് ഹോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഫോം അടിച്ച് ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പൊ അത് ഫുള്ള് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം, ഒഴിവാക്കണം. ഇൻഫിൽട്രേഷൻ ഉണ്ടാവും പറയുന്നത്, കാറ്റ് കയറും പറയുന്നത്. അപ്പൊ മാക്സിമം ഞാനന്ന് ഗാൽവേല് ഇതുണ്ടായില്ലായിരുന്നു. അപ്പം ഈ എയർ ടു വാട്ടർ വെച്ച വീടുകളിലൊക്കെ കറണ്ടിലായത് വന്നപ്പോഴത്തേക്ക് മൊത്തം തണുപ്പും പ്രശ്നങ്ങളായിരുന്നു പറഞ്ഞപ്പോ അങ്ങനെ അമ്മമാരോട് പറഞ്ഞപ്പോ അമ്മമാര് പറഞ്ഞു, ഞങ്ങൾ അടച്ചിട്ട് പോകും, നിങ്ങൾക്ക് വേണം ലേറ്റർ പിന്നെ ഓപ്പൺ ചെയ്യാതെ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ പോർട്ടബിൾ ഒരു ഫയർ പ്ലേസ് വേണമെങ്കിൽ വാങ്ങാമല്ലോ, ഗ്യാസ് ഫയർ പ്ലേസ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. ഓൾറെഡി ഞാൻ ഈ വീട് പണിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് ഇത് ഫുള്ള് പണി കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ കൂടെ ചെയ്യണമെന്ന്. അപ്പം ജോബിൻ ബ്രോ എന്തായാലും വളരെ ഹാപ്പി ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വിനേഷ് ബ്രോ ഒന്ന് വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അടിപൊളിയാക്കി വീട് കേട്ടോ, എൻ്റെ അകത്തും എല്ലാം. അതുപോലെ ഹീറ്റിംഗ് ആണെങ്കിലും ഞങ്ങൾക്ക് പഴയ വീടിൻ്റെ ആ ഒരു ഹീറ്റ് ഇവിടെ അറിയായിരുന്നു, തണുപ്പ് അറിയായിരുന്നു. പക്ഷേ വിൻഡോയും എല്ലാം മാറ്റി എല്ലാ സിസ്റ്റവും പുതിയതായത്. ഇപ്പം പുതിയ വീട് പോലെ തന്നെ നമുക്ക് ഇപ്പം പണിഞ്ഞ് പുതിയതായിട്ട് കിട്ടുന്ന വീട് പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നല്ല ചൂട് നിൽക്കുന്നുണ്ട്, നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം
വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. പിന്നെ കുഞ്ഞിനും കൺഗ്രാറ്റുലേഷൻസ്. നമ്മൾ ബാപ്റ്റിസം ഒക്കെ ഇവിടെ കൂടിയായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു, പാർട്ടിയും കാര്യങ്ങളും എല്ലാം. അപ്പൊ ജോബിൻ ബ്രോ, ഇനിയും നമുക്ക് കാണാം. നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പം ബൈ.